ജഡ്ജസ് വെൽക്കം. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് തോന്നുന്നു അത് മെൻഷൻ ചെയ്യാതെ പോവാൻ പറ്റില്ല. പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ സീനിയർ എന്ന് പറയുന്ന ഈ ഒരു സംഗീതത്തിന്റെ വേദിയിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെയും പിന്നെയും മലയാളികൾ വീണ്ടും പാടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഗിരീഷ് സാറ് നമ്മളെ വിട്ടു പോയിട്ട് ഇന്ന് 16 വർഷം തികയാണ്. ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം അത്ര അധികം ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് സാർ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളിവിടെ എത്രയോ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് 3 പേർക്കും വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്തായാലും ഗിരീഷ് സാറിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യണം ശരത് സാർ. അത് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ അല്ല പാറു. ചിലരങ്ങനാണല്ലോ. ഈ നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് അണ്ണാച്ചിയൊക്കെ ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യനാണ്. അത് നമ്മളൊന്ന് ഇടപഴകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാൻ പറ്റത്തില്ല. ആ വിധത്തിൽ നർമ്മവും അതുപോലെ അദ്ദേഹം എഴുതുന്ന വരികൾ അത് പെട്ടെന്ന് നമ്മൾ എന്ത് പറയുന്നു ഉടനെ എഴുതി തരാനുള്ള ഒരു ദൈവികം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. ഞാൻ ചെയ്ത മെലഡികൾക്ക് ജീവൻ, അങ്ങയുടെ വാക്കുകൾ കൊണ്ട് ജീവൻ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഈ പോകുന്നതിന് മുമ്പ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. റിലീസാവാത്ത 2 ഫിലിം അതുകൊണ്ട് 10-20-25 പാട്ടോളം. അപ്പോൾ നമ്മൾ കുറേ അടുത്തുണ്ടായിരുന്നു. പിന്നെ മാലയം അറിയാമല്ലോ. എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുമ്പോൾ അതാണ് മാലയം. അതതിൻ്റെ അർത്ഥം വരെ പറഞ്ഞു വന്നു. അതോടെ ഞെട്ടിപ്പോയി ഞാൻ. അത് വേറെ കാര്യം. പിന്നെ എത്രയോ പാട്ടുകൾ എനിക്ക് മറക്കാൻ പറ്റാത്തത് അണ്ണാച്ചി ഈ മാലയം എഴുതിയതും പിന്നെ എനിക്ക് ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് നേടിത്തന്ന ഭാവയാമി എഴുതിയതും അതൊക്കെ നിമിഷം കൊണ്ടാണ് പാറു. അപ്പം അത് ഈ ഒരു അണ്ണാച്ചിയാണ് നമ്മുടെ. അദ്ദേഹത്തിനൊന്നും മരണമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അണ്ണാച്ചിയെ ഓർക്കുന്ന അണ്ണാച്ചി ലവ് യു. അപ്പൊ എന്തായാലും ഇന്ന് ആ ഒരു ഓർമ്മ ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഓർക്കുന്നു എന്നൊന്നും പറയുന്നില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എന്തായാലും ഒരു പാട്ടിന്റെ എന്തെങ്കിലും ഒരു നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്രയുടെ സൈഡിൽ നിന്ന് ഒരു ഡെഡിക്കേഷൻ അല്ലേ? അതാവാം. ഓക്കെ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്ന് അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാടു നീ. താങ്ക് യു ശ്രീജിത്ത് ചേട്ടാ. താങ്ക് യു സൂപ്പർ ഓർക്കസ്ട്ര.